ബഹിഷ്കരണത്തിന് മറുപടി ചോരപ്പുഴ. പാക് അധീന കാശ്മീരിൽ പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെപ്പുണ്ടായിരിക്കുകയാണ്. 24 മണിക്കൂറിൽ 20 മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പാക് അധീന കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെതിരായ ജനകീയ പ്രതിഷേധം രക്തരൂക്ഷിതമായി മാറുകയായി. ഇവിടെ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിലാണ് 20 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല 50-ലധികം പേർ പരിക്കേറ്റതായും വിവരമുണ്ട്. ജൂൺ 5 മുതൽ തുടരുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെ തന്നെ 80 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ സുരക്ഷാ സേന വെടിയുതിർക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് അവിടെ ഉയർന്നു വരുന്നത്. മാത്രമല്ല റവേൽകോട്ടിലെ ഡിക് 8 മേഖലയിലാകട്ടെ പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ സേന നടപടി ശക്തമാക്കിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുണ്ട്. സംഘർഷത്തിനിടെ തന്നെ തെരുവുകളിൽ മൃതദേഹങ്ങൾ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടുകൂടി മേഖലയിലെ സാഹചര്യം കൂടുതൽ ആശങ്കാജനകമായിരിക്കുകയാണ്. മാത്രമല്ല കൊല്ലപ്പെട്ടവരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ JAC വക്താവ് ഉമർ നസീർ, കാശ്മീരിയുടെ സഹോദരൻ ഉസ്മാൻ നസീറും ഉൾപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് അവിടെ JAC ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മേഖലയിലെ രാഷ്ട്രീയ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് അവിടെ തർക്കങ്ങളും നിയമസഭയിലെ സംവരണ സീറ്റുകളെ ചൊല്ലിയുള്ള പ്രതിഷേധവും ജനകീയ മുന്നേറ്റമായി മാറുന്നതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിന് പിന്നിൽ ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയോടുള്ള പ്രതിഷേധം ശക്തമായതോടുകൂടി തന്നെ JAC നേരത്തെ തന്നെ പ്രാദേശിക ഭരണകൂടം അവിടെ നിരോധിക്കുകയും നേതാക്കൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭം നിയന്ത്രിക്കാൻ ആകും എന്ന പേരിൽ 14,000-ലധികം സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. പ്രതിഷേധക്കാർക്കെതിരെ ദീർഘദൂര കണ്ണീർ വാതക ഷെല്ലുകൾ ഉപയോഗിച്ചതായും ചിലയിടങ്ങളിൽ സ്പൈനർമാരെ വിന്യസിപ്പിച്ചതുമായുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ വിശദമായ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിനുള്ള അവകാശവും സംരക്ഷിക്കേണ്ട ഭരണകൂടം പ്രതിഷേധത്തെ ശക്തി പ്രയോഗത്തിലൂടെ തന്നെ നേരിടുകയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പ്രതിഷേധം തുടരുകയും സുരക്ഷാ സേനയുടെ നടപടികൾ മരണസംഖ്യ ഉയരുകയും ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന്റെ വിന്യാസത്തെക്കുറിച്ചും ഗുരുതര ചോദ്യങ്ങൾക്ക് ഇവിടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അതേസമയം പ്രതിഷേധവും സുരക്ഷാ ആശങ്കയും കാരണം ചില മേഖലകളിലെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല JAC ആഹ്വാനം ചെയ്ത ബഹിഷ്കരണവും ശക്തമായ ജനകീയ പ്രതിഷേധവും പാക് അധീന കാശ്മീരിലെ രാഷ്ട്രീയ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ജനാധിപത്യത്തിന്റെ പേരിൽ പാക് അധീന കാശ്മീരിൽ നടക്കുന്നത് എന്താണ് എന്ന ചോദ്യം പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമായി തന്നെ തുടരുന്നത്. കടുത്ത നടപടികളുടെ ഭാഗമായി തന്നെ മേഖലയിൽ ഇന്റർനെറ്റ്, മൊബൈൽ സേവനങ്ങൾ നിരോധിച്ചു. കൂടാതെ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി, ജലവിതരണം എന്നിവയും അധികൃതർ അവിടെ വിച്ഛേദിച്ചിരിക്കുകയാണ്. ആകെ 53 സീറ്റുകളുള്ള നിയമസഭയിൽ 45 സീറ്റുകൾക്കാണ് നേരിട്ടുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂലൈ 27-ന് ആദ്യഘട്ടം കഴിഞ്ഞു. ഓഗസ്റ്റ് 2, ഓഗസ്റ്റ് 10 തീയതികളിലായി തന്നെ അടുത്ത ഘട്ടം നടക്കും. റവേൽകോട്ടിൽ മൃതദേഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ദയവായി തന്നെ ഞങ്ങളെ സഹായിക്കണമെന്നൊരു പ്രാദേശിക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അവിടെ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. മാത്രമല്ല വിയോജിപ്പുകളെ നിശബ്ദമാക്കാൻ സുരക്ഷാ സേനയ്ക്ക് വെടിയുതിർക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം പ്രാദേശിക ഭരണകൂടത്തിനെതിരെ അവിടെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ പിന്നീട് പാക് സർക്കാരിനെതിരെയും സൈനിക മേധാവികളുമായി തന്നെ വളർന്നു വരികയാണ്. മാത്രമല്ല ആഴ്ചകളായി തന്നെ തുടർന്ന സംഘർഷത്തിൽ നിരവധി തവണ സുരക്ഷാ സേന പ്രക്ഷോഭകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ജനകീയ പ്രക്ഷോഭം അവിടെ ബലം പ്രയോഗിച്ച് തന്നെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ ഇന്ത്യ അപലപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.